ഡ്രൈവറെ കുടുക്കാനുള്ള ശ്രമം എന്ന് അഭിലാഷ് സ്ഥാപിച്ചല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശം? അതൊരു അതിക്രമമാണ്. ഇങ്ങോട്ട് വന്നേ നീ. പുതിയ സ്ത്രീകളുടെ പരിണാമത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അതൊരു അതിക്രമമാണ്. നിങ്ങൾ കള്ളമല്ലേ പറയുന്നത്? ഇയാളൊരു മാതിരി തോന്നിയാസം കാണിച്ചാൽ ആരും പുറകെ വരും, അടിക്കും. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? നിങ്ങൾ അതിക്രമ കേസിലെ പ്രതിക്ക് മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയുടെ നിഷ്കളങ്കത കാണിച്ചല്ലോ. അതിക്രമ കേസിൽ ഒരാളെ വ്യാജമായി പെടുത്തലും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതാണ് ഉണ്ടായതെന്ന് CPM ഉറപ്പിച്ചു പറയുന്നു. ഞാൻ അക്കാര്യത്തിൽ കക്ഷിയൊന്നും ചേർന്നില്ല. അടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. അതിക്രമം എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വാസാവില്ല. വിശ്വസിക്കേണ്ടി വരുമെന്നേ. വേണ്ടേ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, ആളുകളും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്. വീരന്മാരേ ഇല്ല. 2 ദിവസമായിട്ട് ഇദ്ദേഹം അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്ന, ഞാൻ മുണ്ടല്ല ഉടുത്തിരുന്നത്, പാന്റാണ് ഇട്ടിരുന്നത്. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? നിങ്ങൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നു. ഇവർക്ക് എന്ത് അവകാശമാണ് ബസ് തടഞ്ഞു നിർത്താൻ? അപ്പോൾ പറയുന്നത് അധിക്ഷേപം നടത്തി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? KSRTC സൂപ്പർ ഹെഡ്ലൈറ്റ്സ് ഇട്ട് പോകുന്ന വണ്ടി ആംഗ്യ വിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏത് നേതാവായാലും വിളഞ്ഞു പഴുക്കണം. വിളയാതെ പഴുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. വിളഞ്ഞു പഴുക്കുക, ഇത്തരം വാക്കുകൾ ഈ ഒരു പൊതു ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് വിലോസം പിടിക്കുന്നു. CPM നേതൃത്വം ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ മേയറുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന CPM മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്